ഹലോ ഗൈസ്, ബ്രാൻഡൻ പോയിന്റ് ഓഫ് വ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2026 IPL സീസണിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പുറത്തായവരെ എല്ലാവരും അറിഞ്ഞാണല്ലോ. തീർച്ചയായിട്ടും ഇതൊരു ചെന്നൈ സൂപ്പർ കിങ്സിന് തിരിച്ചു വരാനുള്ള നല്ലൊരു അവസരമായിട്ടാണ്. ഈ സീസൺ എന്തായാലും 12 പോയിന്റുമായിട്ട് നമ്മൾ പുറത്തായിരിക്കുകയാണ്. എന്ന് ജയിക്കാണ്ട പല കളികളും ക്യാപ്റ്റൻസി പോരായ്മയും ബാറ്റിംഗ് പോരായ്മയും ബോളിംഗ് പോരായ്മയും എല്ലാം കൊണ്ടും ഈ വർഷത്തെ സീരീസ് മൊത്തം പരാജയമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്. നമുക്കറിയാം, ആകപ്പാടെ ചെന്നൈ സൂപ്പർ കിങ്സിൽ വിജയിച്ചത് നമ്മളെ സഞ്ജു സാംസൺ, വക്കീൽ ഹുസൈൻ, പിന്നെ അങ്ങനെ ഉർവിൽ പട്ടേൽ, അങ്ങനെ കുറച്ചുപേരെ മാത്രമേ എനിക്ക് പറയുള്ളൂ. അമ്പേ പരാജയമായിരുന്നു ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റൻ. അമ്പേ പരാജയമായിരുന്നു ഈ സീസൺ മൊത്തം. ഈ സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ആകപ്പാട് ഒരു കളി മാത്രമാണ് നല്ല രീതിയിൽ കളിച്ചത്. ആ കളി വിൻ ചെയ്തിട്ടില്ല, ആ കളി തോറ്റു. ആ കളി പിന്നെ ബാക്കി ശിവൻ ദുബെ വൻ പരാജയമായിരുന്നു. എനിക്ക് തോന്നുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് അടുത്ത വർഷത്തേക്ക് റീറ്റെയിൻ ചെയ്യാതെ വിൽക്കാൻ പറ്റുന്ന താരങ്ങളാണ് ഞാൻ പറഞ്ഞ ശിവൻ ദുബെ, പിന്നെ ബ്രവീസ് ഒന്നും നല്ല രീതിയിൽ ഫോം ആയിട്ടില്ല. ബ്രവീസ് ഈ സീസൺ അമ്പേ പരാജയമായിരുന്നു ബ്രവീസ്. പിന്നെ നമ്മളെ ബോളർമാരാണെങ്കിൽ അൻഷുൽ കാംബോജിനൊക്കെ ഭയങ്കരമായിട്ടാണ് അടിച്ചു. ഏറ്റവും കൂടുതൽ IPL 500 മേളിൽ റൺ അടിച്ചു കൂട്ടിയത് അൻഷുൽ കാംബോജിനെയാണ്. അത് ഭയങ്കര ദയനീയമായ വാർത്തയാണ്. എന്തായാലും ഈ IPL മൊത്തം അമ്പേ പരാജയമായിരുന്നു. മൊത്തത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയമായിരുന്നു. ക്യാപ്റ്റൻസി കൊള്ളൂലായിരുന്നു. അങ്ങനെ ആകപ്പാടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുത്തത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്ന സഞ്ജു സാംസൺ മാത്രമാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയത്. 2 സെഞ്ചുറി അടിച്ച് നല്ല രീതിയിൽ 400 മേളിൽ റണ്ണും അടിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് നല്ലൊരു കളി കാഴ്ചവെച്ചത്. എന്നിരുന്നാൽ പോലും സഞ്ജുവിനെ നമുക്ക് 100% സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സഞ്ജു അവസാന കളികളിലൊന്നും സഞ്ജു ഫോം ആയില്ല. അവസാനത്തെ കളിയിൽ സഞ്ജു ഡക്കായാണ് പുറത്തായത്. അതിന് മുമ്പത്തെ കളി 27 റണ്ണാണ്. അങ്ങനെ സഞ്ജുവിനും കുറെ പോരായ്മകളുണ്ട്. ഓഫ് സ്റ്റമ്പിന് പുറത്തു വരുന്ന എല്ലാ ബോളും സഞ്ജു വെറുതെ ബാറ്റ് വീശി വിക്കറ്റ് കീപ്പറിന് മുന്നിൽ ക്യാച്ച് കൊടുത്ത് വെറുതെ പുറത്താവണം. അങ്ങനെ കുറെ ടാക്ടിക്സ് ഒക്കെ സഞ്ജുവിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. സഞ്ജുവും അതെല്ലാം മാറ്റി സഞ്ജുവും തിരിച്ചു വരണമെന്നാണ് എന്റെ ആഗ്രഹം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടീം നല്ലൊരു ടീം, മെച്ചപ്പെട്ട നല്ലൊരു ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിനെ അടുത്ത സീസണിലെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം എന്ന് പറഞ്ഞാൽ ഈ സീസൺ മൊത്തത്തിൽ പരാജയമായിരുന്നു. വൻ പരാജയം. അതുകൊണ്ട് നമുക്ക് അടുത്ത സീസണിൽ എന്തായാലും ഡുംബെയൊന്നും വേണ്ട. ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിലാണ് ശിവൻ ദുബെയിലൊന്നും ആവശ്യം. ഈ സീസണിലെ ഫസ്റ്റ് കളി തൊട്ട് ഈ ശിവൻ ദുബെ ഈ അവസാന മാച്ചിൽ കളിച്ച റണ്ണ് ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് മാച്ച് തൊട്ട് കളിച്ചിരുന്നെങ്കിൽ ടീം നല്ല ഇമ്പാക്ട്. എനിക്ക് തോന്നുന്നത് ഈ ശിവൻ ദുബെ എനിക്ക് തോന്നുന്നു 17ാമത്തെ 18ാം ഓവർ മൊത്തം കൊട്ടി 200-ന് മേളിൽ സ്കോർ വരേണ്ട കുറെ മാച്ചുകളുണ്ടായിരുന്നു. എല്ലാത്തിലും നല്ല വൻ പരാജയം. ഒരൊറ്റ കളി, അവസാനത്തെ ഒരു കളി മാത്രം നല്ല രീതിയിൽ കളിച്ചു. പിന്നെ ബൗളിംഗ് അൻഷുൽ കാംബോജ് വിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അൻഷുൽ കാംബോജിന് ആ സ്ഥിരതയില്ല. റണ്ണ് നല്ല രീതിയിൽ വിട്ടുകൊടുക്കും, ഒരു സ്ഥിരതയില്ല. നല്ല രീതിയിൽ വിട്ടുകൊടുത്തു കൊണ്ടാണ് ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തത് അൻഷുൽ കാംബോജ്. തീർച്ചയായിട്ടും ഇതൊരു വൻ പരാജയമാണ്. ഇത് അഴിച്ചുപണി എന്തായാലും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെ കോച്ചിങ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കും. പിന്നെ മഹേന്ദ്ര സിംഗ് ധോണി കോച്ചായിട്ട് വരാനും ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു മെന്ററായിട്ട് വരാനും ചാൻസ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു പെർസെന്റേജ് എന്തോ ഒരു ഡയറക്ടറേറ്റ് ഇതിൽ കുറച്ച് പെർസെന്റേജ് മഹേന്ദ്ര സിംഗ് ധോണിയും കൂടി ഇട്ടിട്ടുണ്ടെന്നാണ് ഒരു ചെറിയൊരു അറിവുള്ളത്. അതുകൊണ്ട് എന്തായാലും ധോണി ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ട് ഒരിടത്തും പോകത്തില്ല എന്ന് 100% ഉറപ്പാണ്. അപ്പൊ ധോണിയും കാണും, നീ മെന്ററായിട്ട് വരും, ഇല്ലെങ്കിൽ കോച്ചായിട്ട് വരാൻ സാധ്യത ഉണ്ട്. വലിയ 50-50 ചാൻസേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഫ്ലെമിംഗ് കഴിഞ്ഞ് മാറി പുതിയൊരു കോച്ച് വരും. പിന്നെ ടീമിനെ മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് മൊത്തം ടീമിനെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം. അടുത്ത സീസണിലെങ്കിലും നമുക്കൊരു നല്ലൊരു ടീം ചെന്നൈ സൂപ്പർ കിങ്സ് നല്ലൊരു ടീമുമായിട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് ഇപ്പം സഞ്ജു ഫോം ആയില്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ജയിക്കൂല എന്നുള്ള ഇതായി. അത് മാറിയിട്ട് നല്ല നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരണം. ഇപ്പൊ ആകപ്പാടെയുള്ള ഉർവിൽ പട്ടേലും ഒരു കളിയാണ് കളിച്ചത്. ഉർവിൽ പട്ടേൽ പക്ഷെ കൊള്ളാം, നല്ല ബാറ്ററാണ്. കാര്യം ഒരു ബോൾ പോലും പുള്ളി വേസ്റ്റ് ആക്കുന്നത്. നല്ല രീതിയിൽ പുള്ളി നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റൺ റേറ്റ് കൂട്ടിക്കൊണ്ടുവരുന്ന, നല്ല രീതിയിൽ റൺ റേറ്റ് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇപ്പൊ പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്നത് കാർത്തിക് ശർമ്മയെ ഒരുവിധം 14 കോടിയുടെ കളി കളിച്ചില്ലെങ്കിലും ഒരു കോടിക്കകത്തുള്ള കളിയായിരുന്നു. പക്ഷെ 14 കോടിക്കൊന്നുള്ള താരമല്ല. പിന്നെ ആകപ്പാടെയുള്ള ആശ്വാസം അടുത്ത സീസണിലെങ്കിൽ ആയുഷ് മാത്രമേ കാണും. ആയുഷ് മാത്രം നല്ല പ്ലെയർ ആയിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫസ്റ്റ് സീസണിലെ ഈ സീസണിലെ ആദ്യത്തെ കളിയൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അൻഷുൽ മാത്രയൊക്കെ അടിപൊളി കളിയായിരുന്നു.
തീർച്ചയായിട്ടും അടുത്ത സീസണിൽ മാത്രമേ വരും. പരിക്കായി പോയ എല്ലാവരും വരണമെന്നുണ്ട്. ഓവർടൺ തിരിച്ചു വരണം, ബാക്കി എല്ലാവരും തിരിച്ചു വന്ന് ടീം സെറ്റായി മാറട്ടെ. ഈ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ തവായത് കളിയാക്കി ഇഷാൻ കിഷൻ, ശുഭ്മാൻ ഗിൽ, അങ്ങനെ ഒരുപാട് പേര് ചെന്നൈ സൂപ്പർ കിങ്സിനെ കളിയാക്കി. മഹേന്ദ്ര സിംഗ് ധോണി എല്ലാവരും മുമ്പ് വെച്ച് കളിയാക്കി. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഒന്ന് മഹേന്ദ്ര സിംഗ് ധോണി നടന്നു വരുന്നു, കിഷാൻ ഇങ്ങനെ ഇറങ്ങിപ്പോ ആരാധകരെടുത്ത് പറഞ്ഞു. അതെല്ലാം ഭയങ്കര മോശമാണ്. എന്തായാലും ഇതിനൊരു തിരിച്ചടിയായിട്ടെങ്കിലും അടുത്ത സീസണിൽ നല്ല രീതിയിൽ പൊരുതി ജയിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടീം നല്ലൊരു സെറ്റ് ടീമായിട്ട് വരണമെന്നാണ്. എന്തായാലും ഈ സീസണിൽ നിന്ന് പുറത്തായി. എന്തായാലും പ്ലേ ഓഫിൽ വന്നിട്ട് പുറത്താവണേക്കാളും അതിന് മുമ്പ് പുറത്താകാനുള്ള ഒരു ആശ്വാസമുണ്ട്. എന്തായാലും ഇന്നിപ്പം എന്താകുമെന്ന് അറിഞ്ഞൂടെ. ഇന്നിപ്പം രാജസ്ഥാന്റെ മാച്ച് രാജസ്ഥാൻ ജയിക്കുകയാണെങ്കിൽ അമ്പെ, ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 3 പുറത്താവും. അഥവാ രാജസ്ഥാൻ റോയൽസ് തോക്കുകയാണെങ്കിൽ പിന്നെ മൊത്തം നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്ലേ ഓഫ് സാധ്യത. 4ാമത്തെ ടീമിന്റെ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്നത്. എന്തായാലും എന്താകുമെന്ന് നോക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ. എന്തുമാവട്ടെ, എന്തായാലും അടുത്ത സീസണിൽ നമുക്ക് സഞ്ജു സാംസന്റെ കളി കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. ഇനിയിപ്പോ അടുത്ത സീസണിൽ കാണാം സഞ്ജു സാംസന്റെ കളി. ഓക്കെ, എന്തായാലും വൺ ഡേ ടീമിലും സഞ്ജുവിനെ എടുത്തിട്ടില്ല, ടെസ്റ്റ് ടീമിലും എടുത്തിട്ടില്ല. ഇനി 2020 എന്തായാലും കാണുമെന്ന് ഉറപ്പായിട്ടും കാണും. സഞ്ജു സാംസൺ കാണും മെയിൻ വിക്കറ്റ് കീപ്പറായിട്ട്. നോക്കാം പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇനി എന്ത് നടക്കുമെന്ന്. എന്തായാലും നല്ല മാത്രം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭ്രാന്തൻ പോയിന്റ് ഓഫ് വ്യൂസിന്റെ പുതിയൊരു വീഡിയോയായി ഭ്രാന്ത വരികയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ബൈ ഫ്രം ഭ്രാന്തൻ.